ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൻപയർ വെച്ചുള്ള, അതായത് വലിയ പയർ വെച്ചുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ കറി എന്ന് പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രത്തോളം ടേസ്റ്റിയാണ്. ഈ ഒരു കറിയും ഒരു അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറൊരു ഒന്നും കൂട്ട് വേണമെന്ന് തോന്നില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കലത്തിൽ ചോറ് തീരുന്നതേ അറിയില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ നിങ്ങളുമായിട്ട് ആ ഒരു റെസിപ്പി പങ്കുവെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കുവാൻ ആദ്യം നമ്മൾ ഈ പയർ ഒന്ന് കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കാൻ നിർബന്ധമില്ല, കുതിർത്തിയില്ലെങ്കിലും തരക്കേടില്ല കേട്ടോ. അപ്പോൾ കുതിർത്തിയ പയറാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാനിത് കുതിർത്തിയ പയർ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കുതിർത്തിയതാണ്, കൂടുതൽ നേരം കുതിർത്തിയ പയറല്ല. അപ്പോൾ കൂടുതൽ വേവിക്കേണ്ടി വരും എനിക്ക്. അപ്പോൾ ഈ ഒരു നമ്മൾ ഉച്ചക്ക് കറി വെക്കുകയാണെങ്കിൽ ഒരു രാവിലെ തന്നെ വെള്ളത്തിലിട്ടാൽ നല്ലതാണ്. ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ അത് വെള്ളത്തിലിട്ടാൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഈ പയർ നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഉള്ളിയുടെ, ഒരു സവാളയുടെ പകുതി ചേർക്കാം. ഒന്ന് ചേർത്താൽ കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ പകുതിയാണ് ചേർക്കുന്നത്. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റിന് ഒരു കുഴപ്പവും വരത്തില്ല. ഉള്ളി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ വേവാൻ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ പയർ മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ. മാത്രമല്ല വെള്ളം ഇച്ചിരി കൂടിയാൽ പ്രശ്നമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പയർ വെള്ളത്തിൽ താഴ്ന്നിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്കിതിനെ വേവാൻ വെക്കാം. വേവുന്ന സമയത്ത് ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. കാരണം പയർ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല ഉപ്പ് അപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ. അപ്പം നമുക്ക് പിന്നെ അല്ലെങ്കിൽ പയർ അവിടെ ഓരോന്നായിട്ട് കല്ല് കെട്ടിയ പോലെ നിൽക്കും വേവാതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെക്കാം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം. നമുക്ക് നോക്കാം പയർ. ഞാനിവിടെ ഒരു വിസിലിട്ടതിന് ശേഷം ചെറുതീയിൽ ഒരു 8 വിസിലോളം ഇട്ടിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരെ കുതിർത്തിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം നിങ്ങൾ കുതിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 5 വിസിലൊക്കെ മതിയാകും. നന്നായി ഉടഞ്ഞു വരണം പയർ. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. നന്നായി ഉടഞ്ഞു വന്നാൽ അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 കപ്പ് പയറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ബാക്കി ചേരുവകൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പയറെടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ട് തന്നെ ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തിളക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നും കൂടി കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നോക്കണം, കാരണം ഇത് തിളക്കുമ്പോൾ ഒന്ന് മൂത്ത് വരും കറി. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇതിലോട്ട് നന്നായി പാത്രം ചൂടാകുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അപ്പോൾ തന്നെ കടുക് കരിഞ്ഞു പോകാൻ നോക്കണം. നമ്മുടെ കറി ആ ചട്ടിയിലോട്ട് മാറ്റാം നമുക്ക്. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം പാകമായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതുപോലെ ചേർത്തിട്ട് അത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി തേങ്ങയും അതേപോലെ 2-3 വെളുത്തുള്ളി ചതച്ചതും നന്നായി തേങ്ങയിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമുളകും കൂടി ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്യുക. പച്ചമുളക് കൈ തീ വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയ്യിൽ ഞെരിക്കേണ്ട, ഡയറക്റ്റ് കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. എല്ലാം ഞെരിച്ച് ഒന്നും കൂടി കറിയിലോട്ട് കൂട്ടി കൊടുക്കുക, നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് മൂടി വെച്ച്
തിളപ്പിക്കുക. കൂടുതൽ തിളപ്പിക്കരുത്, കാരണം തേങ്ങയിൽ നിന്ന് എണ്ണ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കൂടുതൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നേരം തിളപ്പിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാസർഗോഡുകാർക്കൊക്കെ അറിയായിരിക്കും. കാസർഗോഡുകാർ പൊതുവേ ഉണ്ടാക്കുന്നൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ താഴെയുള്ള ബെലൈക്കൺ കൂടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി താഴെയുള്ള ബെലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.